കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഉണ്ടായ നടപടി അട്ടിമറിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ, അതായത് 2 വനിതാ SIമാർ നൽകിയ പരാതിയാണ്. ആ പരാതി അട്ടിമറിക്കപ്പെട്ടു. ആ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു പത്തനംതിട്ടയിലെ പഴയ SP VG വിനോദ് കുമാർ. അതെ, രാത്രികാലത്ത് സന്ദേശം അയച്ചു. ഈ സന്ദേശത്തിൽ ഒരു കുഴപ്പവുമില്ല എന്ന് കണ്ടെത്തി ഇയാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടക്കുകയും ഇതിനെതിരെ അന്വേഷണം നടത്തിയ SP-യെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ ഇയാൾക്ക് ഹൈക്കോടതി പോകാൻ അവസരം കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്. ഈ VG വിനോദ് കുമാർ എന്നയാൾ കൺഫേർഡ് IPS കിട്ടിയ ആളാണ്. അപ്പോൾ ഇദ്ദേഹം പത്തനംതിട്ട SP ആയി വന്നതിന് ശേഷം അവിടുത്തെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും ഇയാൾ തെരഞ്ഞുപിടിച്ച് ദ്രോഹിക്കുകയായിരുന്നു. വീട്ടിൽ ക്യാമ്പ് ഓഫീസ് തുടങ്ങിയത്. അതെ, വീട്ടിൽ ക്യാമ്പ് ഓഫീസ് തുടങ്ങിയിട്ട് പത്തനംതിട്ട എന്നൊരു പോലീസുകാരനെ ഇയാൾ കോട്ടയത്തുള്ള വീട്ടിലേക്ക് എത്തി. എല്ലാത്തിനും അടിസ്ഥാനം ഇയാൾക്ക് പിന്തുണ എന്നുള്ളത് വാസവൻ എന്ന് പറയുന്ന മുൻ മന്ത്രി. ഈ മുൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇയാൾക്ക് വലിയ പ്രൊട്ടക്ഷൻ. അതെ, വാസവൻ ചേട്ടനാണ്. ഇയാൾ വാസവൻ ചേട്ടനെ വിളിക്കൂ, വാസവൻ ചേട്ടാന്നെ വിളിക്കൂ. അപ്പൊ ഇയാൾക്ക് ഇത് ഒരുക്കി കൊടുത്തു. ഈ ADGP MR അജിത് കുമാറിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ VG വിനോദ് കുമാറിന് സംരക്ഷണം ഒരുക്കി കൊടുത്ത ഈ വാസവന്റെ സംരക്ഷണയിൽ ഇയാൾ കളിച്ച് മുന്നോട്ട് വന്നു. പക്ഷേ ഒടുക്കം ഇയാൾ പെട്ടു. എങ്ങനെയാണെന്നറിയാമോ? ഇയാളുടെ വിക്രിയകളും ലീലാവിലാസങ്ങളും മുഴുവൻ എങ്ങനെയോ പിണറായി വിജയൻ അറിഞ്ഞു. പിണറായി വിജയൻ അറിഞ്ഞ ശേഷം അയാൾക്കെതിരെ വ്യക്തമായി, അയാളുടെ പേരെടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, അയാൾ ആരാണെന്നുള്ള സൂചന നൽകിക്കൊണ്ട് പുള്ളി കർശനമായ ഭാഷയിൽ പിണറായി വിജയൻ വിമർശിച്ചു. അതോടുകൂടി ഇയാളെ കൈവിടേണ്ടി. അത് അപൂർവമാണല്ലോ. എന്തായാലും അത് അപൂർവമാണ്. ഇത് എന്താണ് സംഭവം എന്ന് ഞാൻ പറയാം. പിണറായിയുടെ കുടുംബമായിട്ട് വലിയ ബന്ധം ഇല്ലായിരിക്കാം. ഇല്ല, വാസവനുമായിട്ടാണ്. വാസവൻ ഇയാളെ രക്ഷിക്കാൻ വേണ്ടി വഴിവിട്ട കളികൾ ഒരുപാട് നടത്തി. ഞാൻ മംഗളം ദിനപത്രത്തിന്റെ പത്തനംതിട്ട ഇല്ലാ ലേഖനായിരിക്കുന്ന സമയത്ത് ഞാനാണ് ഇയാളുടെ 2-3 പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. ആ വിഷയങ്ങളിലെല്ലാം ഇയാൾക്ക് നടപടി വരേണ്ടതാണ്, ഇയാൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടതാണ്. അതെല്ലാം അന്ന് ഉഴപ്പിക്കളഞ്ഞു. അതായത് 2 വനിതാ SIമാർക്ക് ഇയാൾ രാത്രി കാലങ്ങളിൽ മെസ്സേജ് അയക്കുകയാണ്. അതെ, DP നന്നായിട്ടുണ്ട്, രാത്രി 12 മണിക്കൊക്കെ അയക്കുന്നത്. ഉറങ്ങിയോ, ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് അവരെ ടീസ് ചെയ്യത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളാണ് ഇയാൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെതിരെ ഈ 2 SIമാർ, അതിൽ ഒരു SIയുടെ ഭർത്താവ് എന്തോ കേസുമായിട്ട് ബന്ധപ്പെട്ട് അകത്ത് കിടക്കുക, ജയിലിൽ കിടക്കുക. ബാക്കി ഈ 2 SIമാർക്കും ഇയാൾ ഇങ്ങനെ മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് അവർ പരാതി കൊടുക്കും. ഇത് പോഷ് ആക്ടിൻ്റെ പരിധി. കാരണം അവരെ ചുമ്മാതെ ഒരുത്തൻ രാത്രി SP ആയാലും ശരി, ഇതായാലും ശരി, നമുക്ക് ഒരിക്കലും നേരിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർക്ക് മെസ്സേജ് അയക്കേണ്ട കാര്യമില്ല. മാത്രമല്ല അത് ഒഫീഷ്യൽ കാര്യമല്ലല്ലോ പറഞ്ഞത്. അതെ, ഇമാതിരി ഭാഷയല്ലേ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവരിതിന് പോഷ് ആക്ട് പ്രകാരം കേസ് കൊടുക്കുന്നു, പരാതി കൊടുക്കുന്നു. ആദ്യം ഇവർക്ക് ഭയമായിരുന്നു. ഇയാൾ പത്തനംതിട്ടയിൽ നിന്ന് പോയതിന് ശേഷമാണ് ഇയാൾ ഈ പരാതി വരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ DIG ആയിട്ടുള്ള അജിത ബീഗം ഇത് അന്വേഷിക്കാൻ വേണ്ടി മെറിൻ ജോസഫ് എന്ന് പറയുന്ന SP-ക്ക് കൈമാറും. ഈ SP ഇവരുടെ എല്ലാം മൊഴിയെടുക്കുമ്പോൾ മൊഴിയെടുത്തതിന് ശേഷം ഇയാൾക്ക് എന്ത് ചെയ്യുന്നു? ഈ റിപ്പോർട്ട് എടുത്ത് ഇയാൾക്കതേ നടപടിയെടുക്കാൻ ശ്രമിക്കുന്ന ആ ഒരു സമയത്ത് അതവിടെ ചവിട്ടി വെക്കും. ആ സമയം കൊണ്ട് ഇയാൾ എന്ത് ചെയ്യുന്നു? ഇയാൾ നേരെ ഹൈക്കോടതിയെ സമീപിക്കും. തനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും തനിക്കെതിരെയുള്ള ആവശ്യം തെറ്റാണെന്നും താൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂണും എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് വായിക്കുന്നതാണ്. അതൊരിക്കലും ലൈംഗിക ചുവയോടുള്ളതല്ലെന്നും ഇക്കിളിയല്ലെന്നും ഇയാൾ പൂവാലനല്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ പോകുന്നു. എന്നിട്ട് ഈ ഈ റിപ്പോർട്ട് ഇറക്കിയ SP മെറിൻ ജോസഫിനെ കൊടുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇയാളും ഇയാളുടെ പരിവാരങ്ങളും ചേർന്ന് പോകുന്നു. ഇതിനായിട്ട് ഇയാൾ ഭയങ്കര കളി കളിച്ചു. ഇയാൾ പത്തനംതിട്ട മുൻ SP ആയിരുന്ന ഇയാൾ അവിടെ വിവരാവകാശം വെച്ച് ചോദിച്ച് ഇതിന്റെ രേഖകൾ മുഴുവൻ ഇയാൾ എടുത്തു. അതൊന്നും കൊടുക്കാൻ പറ്റും, നമ്മളൊക്കെ അപേക്ഷിച്ചാൽ കൊടുക്കാത്ത രേഖകൾ ഇയാൾക്ക് കിട്ടി. ഇയാൾ ഈ മൊത്തം എടുത്തതിന് ശേഷം ഇയാളുടെ വാദമുഖം, അവർക്ക് അശ്ലീല ചൊവ്വയൊന്നും ഇതിനകത്തില്ല. സത്യമാണ്, അശ്ലീല ചൊവ്വയില്ല. ഗുഡ് ആഫ്റ്റർനൂൺ, DP കൊള്ളാം, ഇതൊന്നുമില്ല. പക്ഷേ അവിടെ വേറൊരു പ്രശ്നമുള്ളത്, ഈ രാത്രി 12 മണിക്കാണ് ഇത് അയക്കുന്നത്, അസമയത്താണ് അയക്കുന്നത്. പിന്നെ ഇയാൾക്ക് ഒരിക്കലും ഈ വനിതാ SIമാരുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടേണ്ട കാര്യം, ഡയറക്റ്റ് മെസ്സേജ് അയക്കേണ്ടത്. പോലീസിലൊരു ഹൈറാർക്കി ഉണ്ടല്ലോ, ഒരു പ്രോട്ടോകോൾ. അതെ, അദ്ദേഹത്തിന് അന്വേഷിക്കാവുന്നത് ഇപ്പം അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു SI ആണെങ്കിൽ
ആ എസ് ഐയോട് ഡയറക്റ്റ് അദ്ദേഹത്തിന് ചോദിക്കേണ്ട കാര്യമില്ല. വേണമെങ്കിൽ വിളിച്ച് ഫയർ ചെയ്യാം എന്തെങ്കിലും വീഴ്ച വരുത്തി. അതല്ല അല്ല, DP ഉള്ളതെന്നൊക്കെ അതാണ് സ്ത്രീക്ക് അതാ. പ്രത്യേകിച്ച്. അപ്പൊ അയാൾക്ക് ചെയ്യാവുന്ന എന്താ, ഇത് എസ് പി പറയാണ് ഇന്ന എസ് ഐയുടെ ഇന്ന കാര്യങ്ങൾ പറയാം, ഡിവൈഎസ്പിയുടെ പറയാം. ഡിവൈഎസ്പി അത് SHOയുടെ പറയത്തുള്ളൂ, അയാൾ SI യോട് പറയാം. ആ SHO ആണ് ഈ SIയെ വിളിച്ച് ഇന്ന കാര്യങ്ങൾ സംസാരിക്കേണ്ടത്. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഡയറക്റ്റ് ഇയാൾ ആദ്യം ഉന്നയിച്ചിരുന്നു ഞാൻ കേസിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചു. കേസിന്റെ കാര്യങ്ങൾ ഡയറക്റ്റ് പാതിരാത്രിക്ക് ഈ ഫോട്ടോ കൊള്ളാമെന്നും പറഞ്ഞല്ലോ അന്വേഷിക്കേണ്ടത്. അതുപോലെ ഇയാൾ വേറൊരു പണി കാണിച്ചു. ഇയാളുടെ നിർദ്ദേശപ്രകാരം ഇയാൾ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലായിരുന്ന SHOയും കൂട്ടരും ചേർന്ന് ഒരു കഞ്ചാവ് കച്ചവടം നടത്തി എന്ന് പറഞ്ഞ ഒരാളെ ഇടിച്ച് അവൻ്റെ വാരിയല് ഓടിച്ച് അവനെ ഇടിച്ച് നശിപ്പിച്ച് അവൻ പോയി തൂങ്ങി മരിച്ചു. തൂങ്ങി മരിച്ച് കോന്നി സ്റ്റേഷൻ പരിധി പോയി തൂങ്ങി മരിക്കും. അന്ന് കോന്നി SHO എന്ന് പറഞ്ഞ ശ്രീജിത്ത് എന്ന് പറഞ്ഞ നല്ലൊരു ചെറുപ്പക്കാരനാണ്, വളരെ സമർത്ഥനായ ഒരു CI. അവിടെ രാജപ്പൻ എന്ന് പറഞ്ഞ DYSP. അപ്പം അവിടെ ഈ കോന്നിയിൽ തൂങ്ങി മരിച്ച ആളുടെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഇയാളെ വാരിയലില്ല ഓടിക്കുക. അപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് അവർ അന്വേഷിക്കുമ്പോഴാണ് ഇതറിയുന്നത്. കോയിപ്പുറം സ്റ്റേഷനിൽ ഇയാൾ പോലീസ് കസ്റ്റഡിയിലായിരുന്നു. ഇയാൾക്കവിടെ വെച്ച് മർദ്ദനമേറ്റു. അപ്പൊ ഈ SHOയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, SHOയ്ക്ക് ഇത് അന്വേഷിക്കാൻ പറ്റില്ല. കാരണം അയാളുടെ ജൂറിസ്ഡിക്ഷൻ മറികടന്ന് മറ്റൊരു SHOയുടെ ജൂറിസ്ഡിക്ഷൻ പുള്ളി ഇത് വിശദമായ റിപ്പോർട്ട് എടുത്ത് തയ്യാറാക്കി SP-ക്ക് കൊടുക്കും. സാർ ഇത് കസ്റ്റഡി മർദ്ദനമാണ്, ഇതിനെക്കുറിച്ച് അന്വേഷിക്കും. ഇയാൾ അവിടെ പൂഴ്ത്തി വെക്കും. എന്താ കാര്യം, ഇയാൾ പറഞ്ഞിട്ട് അടിച്ചു. ഇയാൾ പറഞ്ഞ എന്താ, കഞ്ചാവ് മാവുകളെ മൊത്തം ഓടിച്ച് ഇടിച്ച് അവനെ ഇടിച്ച് പിടിച്ച് കൈ കിട്ടിയ എങ്ങനെ അവനെ കൊണ്ട് അതിൻ്റെ ഉറവിടം പറയിക്കണം, അങ്ങനെ ഉറവിടം പറയിക്കാൻ വേണ്ടി ഇടിച്ചതാണ്. ഇടി കൊണ്ട് വാരിയൽ ഒടിഞ്ഞ ഇവൻ പിന്നെ മാനസിക സമ്മർദ്ദം മൂലം പോയി മരിക്കുന്നു. അതിനു മുമ്പ് അവൻ ഇടി കിട്ടിയ കഥ നാട്ടുകാരോട് മൊത്തം പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നോക്കുമ്പോൾ ഇത് ഒരു 3 മാസമായിട്ട് ഇത് പൂഴ്ത്തി വെച്ചിരിക്കും. അപ്പോൾ എനിക്ക് SP-യുടെ ഓഫീസിൽ നിന്ന് വിവരം വരുന്നു, ഇങ്ങനെ വലിയ ഗൗരവകരമായൊരു ക്രൈം നടന്നിട്ടുണ്ട്, പോലീസ് മർദ്ദനമാണ്, ലോക്കപ്പ് മർദ്ദനമാണ്. നമ്മൾ ഈ വിഷയങ്ങളെല്ലാം തപ്പിയെടുത്ത് വാർത്ത കൊടുത്തതിന് പിന്നാലെ ഇത് സ്വാഭാവികമായിട്ടും ഇയാൾക്ക് സംശയം വരുന്നു. ഇത് കോന്നി അതായത് കോന്നി CI ചോർത്തിയതാണോ, കോന്നി. അപ്പം എനിക്ക് എല്ലാവരുമായിട്ടും പരിചയമുണ്ട് എന്നുള്ളത് ഇയാൾക്കറിയാം. ഇയാളപ്പോൾ എന്ത് ചെയ്യുന്നു, ഇല്ലാത്ത ഒരു കേസിട്ട് ഈ കോന്നി SHOയെയും ഇയാളെയും സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മൾ നിരന്തരം ഈ കേസിന്റെ പിന്നാലെ പോയി. ഈ കേസ് അട്ടിമറിക്കാൻ ഇയാൾ ശ്രമിക്കും തോറും നമ്മൾ പുറകെ കൂടി അവസാനം എന്ത് ചെയ്യുന്നു, ഇത് ഇയാൾക്ക് മനസ്സിലായി പണി പാടും. ഇയാൾ ഉടനെ ഈ കേസ് ഡയറി എല്ലാം ആയിട്ട് അഡീഷണൽ SP നേരെ മന്ത്രി വാസവന്റെ ഓഫീസിലോട്ട് വിടും. അത് വിളിപ്പിച്ചത് IG ആണ്, DIG ആദ്യം കൊടുത്തേക്കുന്നത് മന്ത്രിയുടെ ഓഫീസിലെത്തിക്കാണ്. DIG കേസ് ഫയലും ഡയറി ഇതിന്റെ റിപ്പോർട്ടും എല്ലാം ചോദിച്ചപ്പോൾ ഇയാൾ അഡീഷണൽ SPയെ വിട്ടിരിക്കുകയാണ്. ഈ സാധനം എല്ലാം എടുത്ത് ഇയാൾ പോകുന്നതിന് മുമ്പ് DIGയെ കാണുന്നതിന് മുമ്പ് മന്ത്രി വാസവന്റെ ഓഫീസിൽ ഈ വിവരം നമ്മൾ അറിയുന്നു. നമ്മളത് പിറ്റേന്ന് വാർത്തയാക്കും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു, അഡീഷണൽ SPയുടെ ഓഫീസിൽ നിന്ന് അഡീഷണൽ SP ഒഴിച്ചു ബാക്കി മൊത്തം ആൾക്കാർ ഇയാൾ സ്ഥലം മാറ്റും. മുഴുവൻ ആൾക്കാർ ഇയാൾ സ്ഥലം മാറ്റും. ഇങ്ങനെ ഇവർ ഫൈറ്റ് തന്നെ നടന്ന് വന്ന് അവസാനം ഈ കസ്റ്റഡി മർദ്ദനം വരുന്നു. പിന്നെ അവിടെ ഒരു ഹൈക്കോടതി അഭിഭാഷകനായിരുന്ന മുസ്ലിം ലീഗിന്റെ ഒരു പഴയ കക്ഷിയുണ്ടായിരുന്നു, അയാൾ പീഡന കേസ് അത് അട്ടിമറിക്കുന്നു. തുടരെ ഇയാൾക്കെതിരെ അട്ടിമറികളുടെ കേസുകൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ അട്ടിമറി കേസെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ലാതെ ഇയാൾക്കെതിരെ നടപടി എടുക്കാതെ അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPയുടെ ഓഫീസിലോട്ട് ഇയാളെ നിയമിക്കുന്നു. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയിലേക്ക്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഏറ്റവും വലിയ അപകടം എന്താ, പിന്നെ വരുന്ന ഈ കേസുകളെല്ലാം ഇയാൾക്ക് അട്ടിമറിക്കാം, എല്ലാം ഇയാളുടെ കയ്യിലോട്ട്. ഇയാൾക്കെതിരെയുള്ള അന്വേഷണം, ഇയാൾക്കെതിരെ 2 കേസുകളിൽ അന്വേഷണം നടക്കുകയാണ്. ഈ കേസിന്റെ റിപ്പോർട്ട് മുഴുവൻ ഇയാളുടെ കയ്യിലോട്ട്. അത് അങ്ങനെ ഇയാൾ വിരാജിച്ചിരിക്കുമ്പോഴാണ് ഈ തിരുവല്ലായി വെച്ച് ഇയാളുടെ വണ്ടി ഒരു നേപ്പാളിയെ ഇടിക്കുന്നു. ഇയാൾ പോയ വണ്ടി, ഇയാളുടെ പ്രൈവറ്റ് വണ്ടി. ആ വണ്ടി ഓടിച്ചിരുന്നത് ഒരു പോലീസുകാരൻ. ഇയാൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ നേപ്പാളിയുടെ ഭാഗത്തെ കുറ്റമാണെന്നും പറഞ്ഞ് അയാളെ പ്രതിയാക്കത്തക്ക രീതിയിൽ അവിടുത്തെ SHOയും DYSPയും ചേർന്ന് FIR ഇടുന്നു. അതിൻ്റെ പേരിൽ ആ SHOയും DYSPയും സസ്പെൻഷനിലാണ്. അതോടുകൂടി വീണ്ടും ഇയാൾക്ക് പ്രശ്നമായി. അന്നേരമാണ് മുഖ്യമന്ത്രി ഇത് അറിയുന്നത്. അതിന്റെ പിന്നാലെയാണ് ഈ വനിതാ SIമാരുടെ സ്നേഹം. അതുകൂടി ആയപ്പോഴത്തേക്ക് എങ്ങനെയോ ഈ ഫയലുകളെല്ലാം ആഭ്യന്തര വകുപ്പിൽ ചെന്ന്
പി ശശിയുടെ മേശപ്പുറത്തിരിക്കുകയാണ്. ഒരു കാരണവശാലും ഫയൽ മുഖ്യമന്ത്രി എടുത്തോട്ട് പോകുന്നില്ല. വാസവൻ അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് പി ശശിയുമായിട്ട് ചേർന്ന്. ഒടുവിൽ എങ്ങനെയോ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു വെങ്കടേഷ് എന്ന് പറയുന്ന ADGP വെങ്കടേഷ് അദ്ദേഹം ഡയറക്റ്റ് പറഞ്ഞു, ഇയാളെ വെച്ചോണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല, എൻ്റെ ഓഫീസിലാണ് എന്ന് പറഞ്ഞു എന്നാണ് നമുക്ക് കിട്ടിയത്. ഇയാളെയും കൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല, എനിക്കൂടെ കളങ്കിയതിന്. ആ വിവരം ഈ ഫയലുകളെല്ലാം നേരെ മുഖ്യമന്ത്രിക്ക് ചെന്നു. അപ്പോഴാണ് മുഖ്യമന്ത്രി അറിയുന്നത് ഇത്രയും വലിയ ഒരു ആഭ്യന്തര വകുപ്പ് കൈയാളെന്ന് മുഖ്യമന്ത്രി അറിയുന്നത് ഇത്രയും വലിയൊരു കുഴപ്പക്കാരെന്നാണ്ട് അയാൾക്ക് പോലും അറിഞ്ഞുകൂടെന്ന് പറഞ്ഞല്ലേ ഇയാൾ എന്തിനാണ് കസേര ഇരുന്നത് മനസ്സിലാവുന്നില്ല. ഈ ഒരു കുഴപ്പക്കാരെന്നാണ്ട് ഇവിടെ ഇരിക്കുന്നു. ഉടൻ പുള്ളി അടുത്ത ദിവസം പോലീസുകാരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഇയാൾക്കെതിരെ രൂക്ഷ വിമർശനം നടത്തി. അതോടെ ഇയാളെ എടുത്ത് നേരെ വീണ്ടും ഇട്ടു ടെലികമ്മ്യൂണിക്കേഷനിലോ മറ്റോ ഇട്ടിരിക്കുന്നത്. എന്തായാലും VN വാസവന്റെ പരിലാളനമേറ്റ് നടന്ന VG വിനോദ് കുമാർ എന്ന് പറയുന്ന SP അവസാനം ഇപ്പൊ പെട്ടുകിടക്കുക. ഈ കേസിനകത്ത് ഇപ്പൊ കോടതിയിലേക്ക് UDF സർക്കാർ ഇപ്പൊ ഈ പിന്നെ വനിതാ SIമാരുടെ കേസ് ഗൗരവമായിട്ട് എടുത്തിരിക്കുന്നു. പോഷ് ആക്ട് ചുമത്തും, ഇയാൾക്കെതിരെ കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കും. ഹൈക്കോടതിയിൽ ഇയാൾക്കെതിരെ എത്ര നാളും ഇവിടുന്ന് സർക്കാർ അനുകൂല റിപ്പോർട്ടാണ് കൊടുത്തോണ്ടിരുന്നത്. ഇയാൾക്കെതിരെ റിപ്പോർട്ട് കൊടുക്കും, പോഷ് ആക്ട് ചുമത്തും, ഇയാൾക്ക് കൂടുതൽ പണിയായി മാറുകയും ചെയ്യും. അങ്ങനെ ഒരു ഞരമ്പൻ SP എന്ന് തന്നെ പറയാം. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ കരിയറിനെ ഇത് ബാധിച്ചു. ഇദ്ദേഹത്തിന് ഒരു വലിയ പേരുദോഷമായി. അതായത് വനിതാ SIമാർക്ക് രാത്രികാലങ്ങളിൽ പറഞ്ഞ വാർത്തകൾ എല്ലായിടത്തും വന്നു. എന്താണെങ്കിലും ആ കേസും ഈ പറഞ്ഞ പോലെ ADGPയുടെ ഓഫീസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമായിട്ട് അട്ടിമറിച്ചു. അട്ടിമറിച്ച പരാതി അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥരെ പ്രതിക്കൂട്ടിലാകുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ പോയി. എന്താണെങ്കിലും ഇപ്പോൾ അത് പുറത്തു വന്നിരിക്കുകയാണ്. ഈ SP ക്കെതിരെ പോഷ് ആക്ട് ചുമത്തും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നത്.